വൺസ് അഗൈൻ വെൽക്കം ബാക്ക് കാറ്റലിസ്റ്റ് കൊമേഴ്സ്. നിങ്ങളുടെ മുത്തായ ലിബാൻ സാറാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫൈനൽ എക്സാം മാത്രമല്ല മോഡൽ എക്സാം ഉണ്ട്. സോ എക്സാമിന് വരുന്ന പോർഷൻസിന്റെ ഒരു ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടാകും, ഏതൊക്കെ ചാപ്റ്റർ നിങ്ങൾ വെയിറ്റേജ് കൊടുത്ത് സാറേ ഇത് പ്രത്യേകം ഞാൻ പഠിക്കണം, അത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം എംഫസൈസ് ചെയ്യേണ്ടത് സാർ ഇത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് പഠിക്കണം, കാരണം ഇത് എന്തായാലും ചോദിക്കും. സോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അക്കൗണ്ടൻസിക്ക് എത്ര പാർട്ടുണ്ട്? 3 പാർട്ടുണ്ട്. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്, കമ്പ്യൂട്ടറൈസ്ഡും അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും. ഈ പാർട്ട്ണർഷിപ്പ് എന്തായാലും എക്സാമിൽ ഉണ്ടാകും. 40 മാർക്ക് നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു പാർട്ട്ണർഷിപ്പ് എക്സാം ചോദിക്കും. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എല്ലാവർക്കും ഉണ്ടാവില്ല, പാർട്ട് 3 ആണ്. ചില കുട്ടികൾക്ക് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, അത് 40 മാർക്കാണ് ഉണ്ടാവുക. ഒന്നേ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ AFS ആയിരിക്കും ചോദിക്കുക. AFS ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉണ്ടാവില്ല. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് +20 നിങ്ങൾക്ക് ഉണ്ടാവും, പ്രാക്ടിക്കൽ ഉണ്ടാകും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ 60 മാർക്കിനാണെങ്കിൽ നിങ്ങൾ എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. 80 മാർക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? AFS ആയിരിക്കും. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാ AFS ആണെങ്കിലും കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിലും പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും. പാർട്ട്ണർഷിപ്പിൽ ടേം 1 +2 +3 3 ടേമിലായിട്ട് 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. പണ്ട് 5 ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഇപ്പൊ 4 ചാപ്റ്റർ ഉള്ളത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് അക്കൗണ്ടിങ് ഫോർ ബേസിക് പാർട്ട്ണർഷിപ്പിന്റെ ബേസിക് കൺസെപ്റ്റ്സ് എന്നുള്ളത്. അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങളുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന എസ്സേ ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ ഒരു ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്തിട്ടാണ്. സോ നമ്മൾ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ടർ, മൂന്നാമത്. ഇതിന്റെ നേരെ കണ്ടിന്യൂഷൻ ആണ്. റീകോൺസ്റ്റിറ്റ്യൂഷന്റെ മറ്റൊരു പാർട്ടാണ്. അവസാന ചാപ്റ്ററാണ് ഡിസൊല്യൂഷൻ എന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ചാപ്റ്ററിലെ എസ്സേ ക്വസ്റ്റ്യൻ പഠിച്ചില്ലെങ്കിലും ഈ ഡിസൊല്യൂഷൻ എന്നുള്ള ചാപ്റ്റർ എന്ത് ചെയ്യും? എസ്സേ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? മിക്കവാറും ചോദിക്കും. സോ നമുക്ക് ഓരോ ചാപ്റ്റർ വീതം നോക്കാം, കാരണം എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഞാൻ ഈ പാർട്ട്ണർഷിപ്പ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം പറഞ്ഞുതരാം. സോ അഡ്മിഷൻ ഓഫ് എ പാർട്ടർ നിങ്ങൾക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്ററാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ എക്സാമിന് 16 മാർക്സ് വരെ, അഥവാ ആകെ 40 മാർക്കാണ്, അതിൽ 16 എന്ന് പറഞ്ഞാൽ നിയർലി ഒരു ഹാഫിന്റെ അടുത്ത് വരെ മാർക്ക് എന്ത് ചെയ്യും? ഈ ചാപ്റ്റർ 16 to even 20 മാർക്സ് വരെ ഈ ചാപ്റ്റർ മാത്രമായിട്ട് എക്സാമിന് ചോദിച്ച വർഷങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റിന്റെയും എസ്സേ ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് ചോദിക്കും, അല്ലെങ്കിൽ റീവാലുവേഷനും ക്യാപിറ്റലും മാത്രമായിട്ട് ചോദിക്കും, അല്ലെങ്കിൽ റീവാലുവേഷൻ മാത്രം ചോദിക്കും. ചിലപ്പോൾ ന്യൂ ബാലൻസ് ഷീറ്റ് ഡ്രോ ചെയ്യാൻ ചോദിക്കും. കാരണം നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ നല്ല രീതിയിൽ ചേഞ്ച് ആകുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെയായിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതേ ഐറ്റംസ് അക്കൗണ്ടുകൾ വരക്കാതെ അതിന്റെ തന്നെ ജേണൽ എൻട്രി ചോദിക്കും. ഒരുപാട് ഐറ്റംസുകളുണ്ട്. ആ ഐറ്റംസ് അഥവാ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഒരു 5 അഡ്ജസ്റ്റ്മെന്റ് തരും, എന്നിട്ട് 5 എണ്ണത്തിന് ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറയും. അത് നമ്മൾ ചെയ്തിരിക്കണം. സോ ഇതാണ് ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദെൻ ന്യൂ റേഷ്യോ, സാക്രിഫൈസിംഗ് റേഷ്യോ. ഇത് ഒന്നെങ്കിൽ ഇത് രണ്ടും വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വരും. സോ ഇതെന്തായാലും 2 മാർക്കിന് റേഷ്യോസ് ഉറപ്പായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയ ഒരു പോർഷൻ ആണ്. നെക്സ്റ്റ് ഗുഡ് വിൽ കാൽക്കുലേഷൻ ട്രീറ്റ്മെന്റ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഗുഡ് വില്ലിന്റെ ട്രീറ്റ്മെന്റിന്റെ ജേണൽ എൻട്രി ഞാൻ റെഡ് കളറോട് മാർക്ക് ചെയ്യാണ്. ഈ ജേണൽ എൻട്രി എന്തായാലും കഴിഞ്ഞ മോഡൽ എക്സാം നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ജേണൽ എൻട്രി 2 തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. ഗുഡ് വിൽ കാൽക്കുലേഷൻ, ഇൻ കേസ് കാൽക്കുലേഷൻ മീൻസ് അത്ര വലിയ പണി നമുക്ക് ഉണ്ടാവില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പോർഷൻ ആണ്. സോ ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ പഠിച്ചു വെക്കുക. ഡിഫറെന്റ് മെത്തേഡ്സുകളുണ്ട്. കാൽക്കുലേഷൻ മാത്രമല്ല ഇക്വേഷൻസ് പഠിച്ചു വെക്കുക, കാരണം ചില വർഷങ്ങളിൽ ഇക്വേഷൻ ചോദിക്കാറുണ്ട്. ദെൻ റീകോൺസ്റ്റിറ്റ്യൂഷൻ തിയറി ഉണ്ടാവും. നമുക്കറിയാം ഒരുപാട് 1 മാർക്ക് 2 മാർക്ക് 3 മാർക്സിന് ഇതിലൂടെ തന്നെ നമുക്ക് ഏകദേശം ഒരു 18 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഈവൻ 18 മോറിൽ, അഥവാ ഈ 3 മാർക്സിലൊക്കെ തിയറി ഉണ്ടെങ്കിൽ കേട്ടോ. തിയററ്റിക്കൽ മാത്രമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മൊത്തം ഈ 40 മാർക്കിന്റെ 18 മാർക്ക് വരെ തിയറി മാത്രം പഠിച്ച് സ്കോർ ചെയ്യാൻ പറ്റും. സോ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, റീകോൺസ്റ്റിറ്റ്യൂഷന്റെ ഡിഫറെന്റ് മോഡ്സുകൾ എന്താണ്, തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പഠിക്കാൻ പറ്റും. ലാസ്റ്റ് വൺ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു ജേണൽ എൻട്രി. ഈ ജേണൽ എൻട്രി എന്ത് ചെയ്യണം? നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. അഥവാ നിങ്ങളുടെ എക്സാം വളരെ ടഫ് ആവുകയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒരു പോർഷൻ ഉണ്ട്. ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചൊരു പോർഷനാണ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്. അതെന്ത് ചെയ്യും? ചോദിക്കുന്നതായിരിക്കും. എക്സാം ടഫ് ആവുകയാണെങ്കിൽ അറിയാം ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് വളരെ ഡിഫിക്കൽട്ട് ആണെന്ന് അറിയാം. അതെന്ത് ചെയ്യും? ശ്രദ്ധിക്കണം. ക്ലിയർ അല്ലേ? രണ്ടാമത്തത് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്. ഇതാണ് ആദ്യത്തെ ചാപ്റ്റർ. ഞാനത് ആദ്യം പറയാത്ത എന്താ, ഫസ്റ്റ് പറയേണ്ടത് അഡ്മിഷന്റെ ചാപ്റ്റർ, കാരണം അതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാം. സോ തിയറിറ്റിക്കലി വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണുള്ളത്, ആ ഡീഡിന്റെ പ്രൊവിഷൻസുകൾ ഉണ്ടാവും അല്ലെ. സോ ഈ പ്രൊവിഷൻസുകൾ എന്ത് ചെയ്യും? നിങ്ങൾ എക്സാമിന് ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഈ പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് ഉണ്ടാവും. ആ ഫീച്ചേഴ്സിലാണ് ഡീറ്റൊക്കെ വരുന്നത്. പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് മിനിമം 2 മെമ്പേഴ്സ്. അപ്പൊ മാക്സിമം എത്രയാണ്?
മാക്സിമം പോയാൽ 50 പറ്റുള്ളൂ, ചിലർ 100 ഒക്കെ പറയുന്നത്, പക്ഷേ 50 ആണ് പറ്റുക. അപ്പൊ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അല്ലേ. മിനിമം എത്ര പാർട്ട്നേഴ്സ് വേണം, ഇവർ തമ്മിൽ അഗ്രിമെന്റ് വേണം, ദെൻ ബിസിനസ് ചെയ്തിരിക്കണം, ഒരു ട്രസ്റ്റ് ആണെങ്കിൽ അതിനെ പാർട്ട്ണർഷിപ്പ് കണക്കാക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ആ തിയറി നിങ്ങൾ ആദ്യം പഠിച്ചു നോക്കണം. സോ ആ നേച്ചർ, ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ദെൻ പ്രൊഫഷണൽസ് അപ്രോപ്രിയേഷൻ കൊണ്ട് 5 മാർക്കിന് വരെ അപ്രോപ്രിയേഷൻ കൊണ്ട് എന്ത് ചെയ്യാം, എക്സാമിന് ചോദിക്കാം. മോഡൽ എക്സാം കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് വന്ന കാര്യമാണ് കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഷുവർ ഫോർ എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. 2 മാർക്കിന് വരെ ഈ പറയപ്പെട്ട ഏതെങ്കിലും ചോദിക്കും. ചിലപ്പം 2 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും, 2 മാർക്കിന് 2 ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 2 മാർക്കിന് 1 ക്വസ്റ്റ്യനും 3 മാർക്കിന് 1 ക്വസ്റ്റ്യനും. സോ 4-5 മാർക്കിന് വരെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച വർഷങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കണം. ക്ലിയർ അല്ലേ? ഇനി ഇൻ കേസ് നിങ്ങളുടെ എക്സാം വളരെ ഡിഫിക്കൽട്ട് ആവുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു കാര്യങ്ങൾ ഉണ്ടാകും. പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്, കഴിഞ്ഞ വർഷത്തെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെന്റ് റെക്ടിഫൈ ചെയ്യൽ എങ്ങനെയാണെന്നുള്ള ഒരു ജേണൽ എൻട്രിയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ അതെന്ത് ചെയ്യും, നമുക്ക് ചെയ്യാനുണ്ടാക്കും. ക്ലിയർ അല്ലേ? അപ്പൊ 2 ചാപ്റ്റർ കഴിഞ്ഞു. 3ാമത്തെ ചാപ്റ്റർ എന്താ, റിട്ടയർമെന്റ്. സോ റിട്ടയർമെന്റിൽ ന്യൂ റേഷ്യോ, സാക്രിഫൈസിങ്, ന്യൂ റേഷ്യോയും ഗെയിനിങ് റേഷ്യോ ആണ് റിട്ടയർമെന്റിന്റെ കേസിൽ വരുന്നത്. അതുപോലെ റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്ക് കൊടുക്കാനുള്ള ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ മോഡൽ എക്സാമിന് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചില്ല. അപ്പം മിക്കവാറും ഈ ഫൈനൽ എക്സാമിൽ ഇത് ചോദിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. കഴിഞ്ഞ വർഷം ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അക്യുമുലേറ്റഡ് പ്രോഫിറ്റും ലോസും അഡ്ജസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്. അത് ഇക്കൊല്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെയും റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാകും, പക്ഷേ കഴിഞ്ഞ റീവാലുവേഷൻ അഥവാ കഴിഞ്ഞ ചാപ്റ്ററിലെ സെയിം റീവാലുവേഷൻ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. ലോൺ അക്കൗണ്ട് പ്രിപ്പറേഷൻ, ഒന്നെങ്കിൽ റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സാധാരണ ചോദിക്കാറുണ്ട്. പക്ഷേ മോഡൽ എക്സാം, എപ്പോഴും മോഡൽ എക്സാമാണ് വരുന്നത്. ക്രിസ്മസ് എക്സാമിന് ഈ വർഷം ഇത് ചോദിച്ചില്ല, ഈ രണ്ടും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഫൈനൽ എക്സാമിന് ഇത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലുമാണ്, ചിലപ്പോൾ കുറവാണ്. കാരണം നമുക്ക് അങ്ങനെ സാധ്യത കണ്ടിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും രണ്ടും പഠിച്ചു വെച്ചോളി. ലാസ്റ്റ് വൺ, ഡിസ്പോസൽ ഓഫ് ബാലൻസ് ഡ്യൂ ടു. ഈ റിട്ടയർ ചെയ്യുന്ന പാർട്ണർക്കുള്ള ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കുന്ന ജേണൽ എൻട്രി ഉണ്ടാവില്ലേ. സോ ആ ജേണൽ എൻട്രി പഠിച്ചേക്കോ. അതൊരു 2 മാർക്സ് എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും. സോ അവസാന ചാപ്റ്ററാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. ഇതും തിയറിറ്റിക്കലി നല്ല ഇമ്പോർട്ടൻസ് ആണ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേംസിന്റെ ഡിഫറെന്റ് ടൈപ്സ്, എന്താ ഡിസൊല്യൂഷൻ ചോദിക്കും, അതിന്റെ ടൈപ്സുകൾ ചോദിക്കും. ഡിഫറെന്റ് കോടതിയൊക്കെ ഇടപെടുന്ന ചില കേസ് ഉണ്ട്, പഠിക്കണം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേം ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. അതും തിയറിറ്റിക്കലി ഇമ്പോർട്ടന്റ് ആണ്. സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്, ഇതിലും തിയറിറ്റിക്കൽ ബേസ് ഉണ്ട്. ആദ്യം ആരുടെ കടമാണ് നമ്മൾ വീട്ടേണ്ടത്, സോ അതൊരു പോയിന്റ് അല്ലേ. സോ അത് നോക്കണം. റിയലൈസേഷൻ അക്കൗണ്ട്, അതിന്റെ തന്നെ ജേണൽ എൻട്രിയും ക്ലോസിംഗ് ഓഫ് ബുക്സ് അഥവാ ബുക്സ് ക്ലോസ് ചെയ്യുന്ന ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, എസ് ആയിട്ട് എന്ത് ചെയ്യും, നമുക്ക് ചോദിക്കും. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് വെക്കണം. ഇതോടുകൂടി പാർട്ട്ണർഷിപ്പ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി എന്താണത്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഉണ്ട് അല്ലേ. സോ അതിൽ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, സ്പ്രെഡ്ഷീറ്റ്, യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ്, ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്, ജുനുക്കാത്ത, DBMS. ഈ ഓവർവ്യൂവിൽ CAS കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അഡ്വാൻറ്റേജ്, അതിന്റെ കോമ്പോണൻസ്, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ 5 പില്ലേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പഠിച്ചു വെക്കുക. സെൽ റെഫറൻസിന്റെ കാര്യം അത് നെക്സ്റ്റ് ചാപ്റ്ററിലല്ലേ പഠിക്കുന്നത്. സോ അത്തരം കാര്യങ്ങൾ, ഇതിന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. സ്പ്രെഡ്ഷീറ്റുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഡിഫറെന്റ് ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, ആ ഫംഗ്ഷൻസിൽ പ്രത്യേകമായി സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് പഠിച്ചു വെക്കുക. തന്നെ റൗണ്ട് അപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ലാസ്റ്റ് വൺ, യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഉണ്ടല്ലോ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യും, പേറോൾ അക്കൗണ്ടിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ പേറോൾ അക്കൗണ്ട് നന്നായി നോക്കുക, അതിന്റെ കോമ്പണൻസും കാര്യങ്ങളും നോക്കുക. മോർ ഓവർ ഇതിലൊരു അസറ്റ് അക്കൗണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്റ്റെപ്സ് പ്രിപ്പയർ ചെയ്യുന്നതും ജനറലി ചോദിക്കാറില്ല. പക്ഷെ അതിന്റെ ഇക്വേഷൻസുകളൊക്കെ ചോദിക്കും. എന്താ DBയുടെ ഇക്വേഷൻ ഒക്കെ എന്തെങ്കിലും ചോദിക്കും. DB മീൻസ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. ദെൻ ഗ്രാഫ്സ് ആൻഡ് ചാർട്ട്. അപ്പൊ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർട്ട് നോക്കുക, ചാർട്ടിന്റെ അഡ്വാൻറ്റേജ് നോക്കുക, ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സുകൾ, അതുപോലെ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് മാറ്റുന്ന സ്റ്റെപ്സ് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ദെൻ ജുനുക്കാത്തിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സുകൾ നോക്കി വെക്കുക. ജുനുക്കാത്തിന്റെ ഗ്രൂപ്പുകൾ, സബ് ഗ്രൂപ്പ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ ജുനുക്കാത്തുമായി ശ്രദ്ധിച്ച് നമ്മൾ നോക്കുന്ന കാര്യം വെച്ചാൽ ജുനുക്കാത്തിന്റെ അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻസ്, അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ടാകുക. തിയറിറ്റിക്കൽ പോർഷൻസ് അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചാൽ മതി. DBMS 4 കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. ഫോം, പിന്നെന്താ ക്യൂറി ഉണ്ട്, ദെൻ ക്യൂറി, ഫോം, ടേബിള്, പിന്നെ ലാസ്റ്റ് വൺ എന്താണ്, റിപ്പോർട്ട്. സോ ഈ റിപ്പോർട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിപ്പോർട്ട്സും കാര്യങ്ങളും അതൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സുകൾ എന്ത് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഈ DBMSമായി ബന്ധം എന്താണ് ഡാറ്റ, ഫീൽഡ് എന്താ, ആട്രിബ്യൂട്ട് എന്താ, എൻറ്റിറ്റി എന്താ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. ലാസ്റ്റ് അനാലിസിസ്, AFSന്റെ പോർഷൻ. AFS 40 മാർക്കുകൾ ചോദിക്കും. ഷെയർ ക്യാപിറ്റലിന്റെ ജേണൽ എൻട്രി ഉറപ്പാണ്. കമ്പനിയുടെ ടൈപ്സും ഷെയർസിന്റെ ടൈപ്സും ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ഇഷ്യൂ ആൻഡ് റിഡംഷനിലെ ജേണൽ എൻട്രി അധികം ചോദിക്കാറില്ല. പക്ഷേ ഷെയർ, ഡിബഞ്ചർ തമ്മിലുള്ള ഡിഫറൻസുകൾ മിക്ക എക്സാമിന് ചോദിക്കാറുണ്ട്. അതെന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഡിബഞ്ചർ ബേസിക് ജേണൽ എൻട്രി ചോദിക്കാം. ഇഷ്യൂ ഫോർ അതർ ദാൻ ക്യാഷിനല്ലാതെ ഇഷ്യൂ ചെയ്യുന്നത് എന്ത് ചെയ്യുക, നോക്കി വെക്കുക.
കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഓരോ ഐറ്റത്തിന് അണ്ടറിൽ ഷെയർ ക്യാപിറ്റൽ അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നത്, ദെൻ കറണ്ട് അസറ്റിന് അണ്ടറിൽ എന്തൊക്കെയാണ് വരിക, അങ്ങനത്തെ ആ ഹെഡിങ്സും സബ് ഹെഡിങ്സും എന്ത് ചെയ്യുക നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക. AFS അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റും കോമൺ സൈസ് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഒന്ന് ചോദിക്കും, ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ദെൻ റേഷ്യോസ് നിങ്ങൾക്ക് അറിയാം, കുറച്ച് റേഷ്യോ ആകെ ഒരു 8-9 റേഷ്യോ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ആ 8-9 റേഷ്യോ അതുപോലെ കാണാതെ പഠിക്കുക, വേറൊന്നും അത് പഠിക്കരുത്. വേറൊന്നും പഠിക്കാനില്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിലെ ഓരോരോ എഫക്റ്റുകൾ എന്തൊക്കെയാണ്, സോ അതിന്റെ ബേസിക് ചെറിയ സ്റ്റെപ്സുകൾ ഉണ്ടല്ലോ, ആ സ്റ്റെപ്സ് പഠിക്കുക. അല്ല ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും നിങ്ങൾ പഠിക്കേണ്ട. ഓരോ ആയിട്ട് ഇപ്പോൾ ഡിപ്രിസിയേഷൻ വരുമ്പോൾ എന്ത് ചെയ്തിരിക്കണം, നമുക്ക് കറണ്ട് അസറ്റ് കൂടി, സോ അത് ക്യാഷ് ഫ്ലോ എങ്ങനത്തെ എഫക്ട് ചെയ്യും, സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഒരു 5 ഐറ്റംസ്, ബേസിക് ആയ 5 ഐറ്റംസ് ഞാൻ നമ്മുടെ ലൈവിൽ പറഞ്ഞുതരും. സോ ആ 5 ഐറ്റംസ് വെച്ച് മാത്രമായിട്ട് ചെറിയൊരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുക നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് മൊത്തത്തിൽ നമ്മുടെ ചാപ്റ്റർ വരുന്നത്. വെയിറ്റേജും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു, ആ രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. AFSൽ ഏറ്റവും കൂടുതൽ ചോദിക്കുക ഈ ഒരു ചാപ്റ്ററാണ്. കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിൽ ഒന്നെങ്കിൽ യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ്, ജുനൂക്കാത്തി രണ്ടാണ് എന്ത് ചെയ്യുക ചോദിക്കുക. പാർട്ട്ണർഷിപ്പ് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു. സോ ആ രീതിയിൽ എന്ത് ചെയ്യുക നല്ല എംഫസിസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക മക്കളെ. നന്നായിട്ട് പഠിച്ചിട്ട് സെറ്റ് ആക്കണം. ഓൾ ദ വെരി ബെസ്റ്റ് മിസ്. അടുത്ത ലൈവിൽ കാണാം മക്കളെ.